അതിരുകളില്ലാത്ത ആകാശത്ത് പറന്ന് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ 14 വിദ്യാർത്ഥികളാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ വിമാനയാത്രയിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ വിദ്യാലയത്തിലെത്തിയിരുന്നു. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനകരമാകാൻ ഒരു വാഗ്ദാനം നൽകി. മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കുന്നവർക്ക് വിമാനയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും ഒരുക്കുമെന്നായിരുന്നു അത്. വലിയ കരഘോഷത്തോടു കൂടിയായിരുന്നു സൊസൈറ്റി ഭാരവാഹി ലബീബ് ഹസന്റെ പ്രഖ്യാപനം കുട്ടികൾ ഏറ്റെടുത്തത്. കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് സഹയാത്രികനായി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ആകാശയാത്ര കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ആവേശമായിരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 14 വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടിയിട്ടുള്ളത്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരത്തോടു കൂടി തന്നെ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തിയ കുട്ടികളെയും അധ്യാപകരെയും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ സെക്രട്ടേറിയറ്റിലെ തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ച് മധുരം നൽകി. വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വന്ദേ ഭാരത് ട്രെയിനിൽ എല്ലാവരും തൃശൂരിലേക്ക് മടങ്ങി. ജീവിതത്തിൽ ആദ്യമായി വിമാനയാത്രയും ട്രെയിൻ യാത്രയും നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ സമ്മാനം വലിയൊരു ജീവിതാനുഭവമായി. തങ്ങൾ എത്ര ഉന്നതികളിലെത്തിയാലും ഈ ദിനം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി, ഫ്ലൈറ്റിൽ കയറാൻ പറ്റി, ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ കയറണേ. ഇപ്പോൾ ട്രെയിനിൽ കയറാൻ പോവാണ്, വന്ദേ ഭാരതിൽ കയറാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിലൊക്കെ കയറുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. തിരിച്ച് തൃശ്ശൂരിലെത്തിയപ്പോൾ സുരേഷ് ഗോപി കുട്ടികൾക്ക് ഇഷ്ടഭക്ഷണവും ഏർപ്പാടാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോ ചേർന്നു കൂടെ. ഗുഡ് മോർണിംഗ് ലിഷോ. ഈ സംഗതി ഏതായാലും പൊളിച്ചു. തീർച്ചയായും അതായത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ കഴിയാത്ത ഒരു കാര്യമാണ് പലർക്കും ഈ ഒരു ഉദ്യമത്തിലൂടെ അവർക്ക് നേടിക്കൊടുത്തിരിക്കുന്നത്. എന്തായാലും പറക്കുക എന്നുള്ളത്, അതായത് വിമാനത്തിൽ പോവുക എന്നുള്ളതൊക്കെ തന്നെ വളരെ ചെറുപ്പം മുതലുള്ള എല്ലാ കുട്ടികളുടെയും ഒരു ആഗ്രഹം തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സാക്ഷാത്കരിച്ച് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതൊരു മോട്ടിവേഷൻ്റെ ഭാഗമായി നൽകിയ ഒരു വാഗ്ദാനം ആ കുട്ടികളോട് വെറുതെ അങ്ങ് പറയുകയല്ല. ഈ പരീക്ഷയ്ക്ക് മുൻപേ തന്നെ അവർക്ക് കൂടുതലായി മാർക്ക് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്ന രീതിക്കാണ് ഇത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകിയത്. അത് അവർ കൃത്യമായി ഏറ്റെടുക്കുകയും ചെയ്തു. 14 കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് തന്നെ മുഴുവൻ വിഷയത്തിലും A+ നേടുകയും ചെയ്തു. അവർക്ക് ആ വാഗ്ദാനം നൽകിയത് കൃത്യമായി പാലിക്കുകയും ചെയ്തു. അടുത്ത അധ്യയന വർഷത്തിന് മുൻപേ തന്നെ ഇത് പാലിക്കണമെന്നൊരു ആഗ്രഹം ആ അധികൃതരും പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. എന്തായാലും മറ്റു കുട്ടികളാരും മോശക്കാരല്ല, പക്ഷേ ഇതൊരു പ്രചോദനമാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനായുള്ള ഒരു പ്രചോദനമായി മാത്രമാണ് അവർ കണക്കാക്കുന്നത്. അല്ലാതെ മറ്റ് മാർക്ക് കുറഞ്ഞ കുട്ടികളെ തഴയുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ അല്ല. പക്ഷേ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ്. ഇതിനൊന്നും വേർതിരിച്ച് കാണണ്ട. മാർക്ക് കുറഞ്ഞവരെ പരിഗണിക്കുന്നില്ല എന്നൊരു വേദനയും വേണ്ട. മാർക്ക് കൂടുതൽ വാങ്ങി പാസ്സാവാനുള്ള ഒരു പ്രചോദനമായി മാത്രം അതിനെ വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും കുട്ടികളൊക്കെ സന്തോഷത്തിലായാൽ നമുക്കും സന്തോഷം. ലിഷോയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.